ലോകകപ്പ് ഫുട്ബോളിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ലയണൽ മെസ്സിയെ തേടി വീണ്ടും ഒരു ചരിത്ര പുരസ്കാരം എത്തിയിരിക്കുകയാണ്. സ്പെയിനിലെ ഏറ്റവും അഭിമാനകരമായ പുരസ്കാരങ്ങളിലൊന്നായ പ്രിൻസസ് ഓഫ് അസ്റ്റൂറിയാസ് അവാർഡിന് അർജന്റീൻ ക്യാപ്റ്റൻ അർഹനായി. ഈ നേട്ടത്തിന് പിന്നാലെ കാറ്റലൻ പത്രമായ സ്പോർട്ട് മെസ്സിയെ ഫുട്ബോളിന്റെ രാജാവെന്നും ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരമെന്നുമാണ് വിശേഷിപ്പിച്ചത്. ഫുട്ബോൾ ചരിത്രത്തിൽ ഈ പുരസ്കാരം നേടുന്ന മൂന്നാമത്തെ മാത്രം കളിക്കാരനാണ് ലയണൽ മെസ്സി. തന്റെ കരിയറിലാകെ 47 ഔദ്യോഗിക കിരീടങ്ങളാണ് മെസ്സി ഇതുവരെ നേടിയിട്ടുള്ളത്. ഇതിൽ സിംഹഭാഗവും, അതായത് 35 കിരീടങ്ങളും തൻ്റെ ജീവനായ ബാഴ്സലോണയ്ക്കൊപ്പമാണ് താരം സ്വന്തമാക്കിയത്. അർജന്റീനയ്ക്കായി ലോകകപ്പും കോപ്പ അമേരിക്കയും അടക്കം 5 കിരീടങ്ങളും PSG-ക്കൊപ്പം 3 കിരീടങ്ങളും മെസ്സി നേടി. നിലവിലെ ക്ലബ്ബായ ഇന്റർ മയാമിക്കൊപ്പം 4 കിരീടങ്ങളാണ് മെസ്സി ഇതുവരെ ഉയർത്തിയത്. വ്യക്തിഗത നേട്ടങ്ങളിലേക്ക് നോക്കിയാൽ 8 ബാലൻ ഡിയോറുകളും 6 യൂറോപ്യൻ ഗോൾഡൻ ബൂട്ടുകളും മെസ്സിയുടെ അക്കൗണ്ടിലുണ്ട്. ഫുട്ബോൾ ലോകത്ത് ഇതിനു മുൻപ് മെസ്സിയുടെ മുൻതാരം സാവി ഹെർണാണ്ടസിനും റയൽ മാഡ്രിഡ് ഇതിഹാസം ഐക്കർ കസിയസിനുമാണ് ഈ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. സ്പാനിഷ് ഫുട്ബോളിലെ ആഭ്യന്തര തർക്കങ്ങൾക്കിടയിലും ബാഴ്സ റയൽ താരങ്ങളുടെ ഒത്തിണക്കത്തെ മാനിച്ചായിരുന്നു അന്ന് ആ പുരസ്കാരം നൽകിയത്. ഇപ്പോൾ ലയണൽ മെസ്സിയിലൂടെ ഈ പുരസ്കാരം വീണ്ടും ഒരു ബാഴ്സലോണ ഇതിഹാസത്തിൻ്റെ കൈകളിൽ എത്തിയിരിക്കുന്നു. ഈ വരുന്ന ജൂൺ 24 മെസ്സിക്ക് 39 വയസ്സ് തികയുകയാണ്. ഈ മാസം അമേരിക്കയിൽ നടക്കുന്ന ലോകകപ്പിൽ അർജന്റീനയുടെ കിരീടം നിലനിർത്താനുള്ള വലിയ ദൗത്യത്തിലാണ് താരം. ഇത് മെസ്സിയുടെ റെക്കോർഡ് 6ാം ലോകകപ്പാണ്. ഇന്റർ മയാമിയുമായി 2028 വരെ കരാർ നീട്ടിയിട്ടുള്ളതിനാൽ ലോകകപ്പിന് ശേഷവും മെസ്സി കളം നിറയുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.